ദിവ്യ, ഏതെല്ലാം അർത്ഥത്തിൽ അവരെ കണ്ടെത്താൻ കഴിയുമോ ആ സാധ്യതകളും സംവിധാനങ്ങളും എല്ലാം ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് തിരച്ചിൽ നടത്തുന്നത്. നമുക്കറിയാം, മുണ്ടക്കൈ ചുരൽമല ദുരന്തത്തിൽ ഏകദേശം 300ഓളം മനുഷ്യരുടെ ജീവനാണ് നമുക്ക് നഷ്ടമായത്. അതിൽ മണ്ണിനടിയിൽപ്പെട്ട നിരവധിയായിട്ടുള്ള ആളുകളെ ഇത്തരം ഡിറ്റക്ടർ ഉപയോഗിച്ചുകൊണ്ടും ഡോഗ് സ്ക്വാഡ് ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ പുറത്തെടുത്തിരുന്നു. അവിടെ ഇനിയും 40ഓളം ആളുകളെയാണ് കണ്ടെത്താനുള്ളത്. അപ്പോൾ അത്തരത്തിലൊരു ഭീകരമായിട്ടുള്ള ഒരു അത്ര വ്യാപ്തിയൊന്നും ഇല്ലെങ്കിൽ കൂടി സമാനമായ രീതിയിലൊരു മണ്ണിടിച്ചിൽ ഇവിടെ ഉണ്ടായിരിക്കുന്നു. അതുകൊണ്ട് തന്നെ എല്ലാ സംവിധാനങ്ങളും ഉപയോഗിച്ചുകൊണ്ട് അവരെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പൂർണ്ണമായിട്ടുള്ള ഒരു ശ്രമം നമ്മുടെ സംവിധാനങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകും. അത് നമ്മൾ പലപ്പോഴായി കണ്ടിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ തരത്തിലുള്ള ഒരു തെരച്ചിൽ തന്നെയാണ് ഇവിടെ നടക്കുന്നത്. ഈ മണ്ണ് അടിഞ്ഞു കൂടിയിട്ടുള്ള മുഴുവൻ ഭാഗങ്ങളിലേക്കും രക്ഷാപ്രവർത്തകർ എത്തിയിട്ടുണ്ട്. NDRFന്റെ സംഘം അവിടേക്കൊക്കെ തന്നെ എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ മനുഷ്യരെയും കണ്ടെത്താനുള്ള എല്ലാവിധ ശ്രമങ്ങളും അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകും. അത് എത്രത്തോളം സാധ്യമാകും എന്നുള്ളതൊക്കെ തന്നെ നമുക്ക് വരും മണിക്കൂറുകളിൽ ഒരു പക്ഷേ അറിയാൻ സാധിക്കുകയുള്ളൂ. എന്തായാലും ഇവിടെ ഉപയോഗിക്കാൻ കഴിയുന്ന നമ്മുടെ സംവിധാനങ്ങൾ എന്തെല്ലാം ഉപയോഗിക്കാൻ കഴിയുമോ അതെല്ലാം ഉപയോഗിച്ചുകൊണ്ട് തന്നെ ആ മനുഷ്യരെ, മണ്ണിനടിയിൽപ്പെട്ട മനുഷ്യരെ കണ്ടെത്താനുള്ള ശ്രമം നമ്മുടെ സംവിധാനങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് നമ്മൾ ഇപ്പോഴും കരുതുന്നത്. ആളുകളെ, ബാക്കിയുള്ള ആളുകളെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ദ്രുതഗതിയിലുള്ള പ്രവർത്തനങ്ങളും ഇവിടെ പുരോഗമിക്കുകയാണ്. കൈമേയ് മറന്നുകൊണ്ട്, ജീവൻ പോലും ത്യജിച്ചുകൊണ്ട് രക്ഷാപ്രവർത്തകർ ഈ ഒരു സന്നദ്ധ പ്രവർത്തനത്തിന് വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ്. എല്ലാ തരത്തിലുമുള്ള രക്ഷാപ്രവർത്തനവും എല്ലാ ഭാഗത്തും ഉണ്ട് എന്നുള്ളത് തന്നെയാണ് നമ്മൾ പറയേണ്ടത്. ഇനി മഴ പൂർണ്ണമായും മാറി നിൽക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ആശ്വാസകരമായിട്ടുള്ള കാര്യം. ഈ ദുരന്തമുണ്ടായതിനു ശേഷം 2-3 തവണ കനത്ത മഴ ഈ ഒരു പ്രദേശത്ത് ഉണ്ടായിരുന്നു. ആ സമയത്ത് രക്ഷാപ്രവർത്തനം കൂടുതൽ ദുഷ്കരമായിരുന്നു. കാരണം മണ്ണ് നീക്കം ചെയ്യുന്ന സമയത്ത് മഴ കൂടുതലായി പെയ്തു കഴിഞ്ഞാൽ മണ്ണ് ചെളിയാകാനും അത് നീക്കം ചെയ്യുന്നതിന് വലിയ തരത്തിലുള്ള ബുദ്ധിമുട്ടൊക്കെ തന്നെ അനുഭവിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. ഇപ്പോൾ മഴ പൂർണ്ണമായി മാറി നിൽക്കുന്നു എന്നുള്ള രക്ഷാപ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം ആശ്വാസകരമായിട്ടുള്ള കാര്യമാണ്. അത് മാത്രമല്ല, ആളുകളെ ഇവിടേക്ക് അപ്പുറം കുടുങ്ങിക്കിടക്കുന്ന ആളുകളെ ഇങ്ങോട്ടേക്ക് എത്തിക്കുന്നതിലും മഴ മാറി നിൽക്കുന്നുണ്ട്. സുഗമമായി അത്തരം കാര്യങ്ങളൊക്കെ തന്നെ നടക്കുന്നുണ്ട്. റോഡ് ക്ലിയർ ചെയ്യുന്ന പ്രവർത്തികൾ ഒരു ഭാഗത്ത് ദ്രുതഗതിയിൽ പുരോഗമിക്കുന്നുണ്ട്. നേരത്തെ ഒരു ഭാഗത്ത് മാത്രമായിരുന്നു റോഡ് പ്രവൃത്തി, അതായത് മണ്ണ് നീക്കം ചെയ്യുന്ന പ്രവർത്തികൾ നടക്കുന്നതെങ്കിൽ ഇപ്പോൾ 2 ഭാഗത്തും റോഡിന്റെ ഇരുവശങ്ങളിലുമായി മണ്ണ് നീക്കം ചെയ്യുന്ന പ്രവർത്തികൾ നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വേഗത്തിൽ ഈ റോഡ് പൂർത്തീകരിക്കാൻ കഴിയുമെന്നുള്ളത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പുറം സൈഡിൽ 2 JCBയും ഈ ഭാഗത്ത് 4 JCBയും ഉണ്ട്. അതുകൊണ്ട് തന്നെ ദ്രുതഗതിയിൽ മണ്ണ് നീക്കം ചെയ്യുന്ന പ്രവർത്തികൾ ഈ നമ്മുടെ സംവിധാനങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ്. അത് മാത്രമല്ല, ഈ പുഴയുടെ 2 സൈഡിലുമായിട്ട് രക്ഷാപ്രവർത്തകർ പരിശോധിക്കുന്നുണ്ട്. അവിടെ ആരെങ്കിലും ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ അത്തരത്തിൽ പരിശോധന നടത്തുന്നുണ്ട്. ഡോഗ് സ്ക്വാഡും, നേരത്തെ സൂചിപ്പിച്ച പോലെ ഡോഗ് സ്ക്വാഡും മെറ്റൽ ഡിറ്റക്ടറും ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ വിവിധ ഇടങ്ങളിൽ എത്തി പരിശോധിക്കുന്നത്. അതിനടിയിൽ, മണ്ണിനടിയിൽ ആരെങ്കിലും ഉണ്ടോ എന്നുള്ള കാര്യം പരിശോധിക്കുന്നതിന് വേണ്ടിയുള്ള സംവിധാനമാണ് അതെല്ലാം ഒരു ഭാഗത്ത് നടത്തുന്നുണ്ട്. ആളുകളെ രക്ഷപ്പെടുത്തുന്നുണ്ട്, ക്യാമ്പിലേക്ക് മാറ്റുന്നുണ്ട്. ആശുപത്രിയിൽ ഒരു വിദഗ്ധ സംഘം പരിശോധന നടത്തുന്നുണ്ട്. പരിക്കേറ്റ ആളുകളെ ചികിത്സിക്കുന്നതിന് വേണ്ടി പ്രത്യേക മെഡിക്കൽ സംഘമുണ്ട്. ഇവിടെ തന്നെ ഈ സംഭവം നടന്ന പ്രദേശത്ത് തന്നെ പ്രത്യേക മെഡിക്കൽ സംഘമുണ്ട്. അങ്ങനെ എല്ലാ തരത്തിലും രക്ഷാപ്രവർത്തനം കൃത്യമായിക്കൊണ്ട് ഇവിടെ നടക്കുന്നുണ്ട്. അതെല്ലാം ഏകോപിപ്പിച്ചുകൊണ്ട് തന്നെയാണ് പ്രവർത്തനങ്ങൾ നടക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനി ഈ കൂടുതൽ ഇരുട്ടുകയാണെങ്കിൽ ഒരു പക്ഷേ കൂടുതൽ ദുഷ്കരമാകുന്ന സാഹചര്യങ്ങളിലേക്കൊക്കെ തന്നെ കടക്കും എന്നുള്ളതാണ് മറ്റൊരു പ്രയാസകരമായ കാര്യം. ഇപ്പോൾ 4:30 സമയം കഴിഞ്ഞിരിക്കുന്നു. ഇനി ഏകദേശം 6 മണിയോടുകൂടി 6:30 പൂർണ്ണമായും ഇരുട്ട് വീഴുന്ന ഒരു സാഹചര്യമുണ്ട്. അതിന് ലൈറ്റും സംവിധാനങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ കൂടി ഈ യന്ത്രങ്ങൾ ഉപയോഗിച്ച് മണ്ണ് നീക്കം ചെയ്യുമ്പോൾ മനുഷ്യരാരെങ്കിലും അതിനടിയിലുണ്ടെങ്കിൽ ഒരു പക്ഷേ ഇരുടായി കഴിഞ്ഞാൽ നമുക്കത് കാണാൻ കഴിയില്ല എന്നുള്ളൊരു പ്രയാസകരമായിട്ടുള്ള ഒരു കാര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഇരുട്ടാവുന്നതിന് മുമ്പ് തന്നെ പൂർണ്ണമായും ഈ വഴി ക്ലിയർ ചെയ്തുകൊണ്ട് ആളുകളെ കണ്ടെത്തുക എന്നുള്ളത് തന്നെയാണ് രക്ഷാപ്രവർത്തകരുടെ മുമ്പിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഇവിടെ പുരോഗമിക്കുന്നു.